ഹായ്, എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCIT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ചാപ്റ്ററാണ് വായിക്കുന്നത്. ചാപ്റ്ററിന്റെ ഫസ്റ്റില് SK പൊറ്റക്കാടിന്റെ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിലെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1955 മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ SK പൊറ്റക്കാട് രചിച്ച കൃതിയാണ് ഇന്നത്തെ യൂറോപ്പ്. ഓക്കെ, ഇനി യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്ര സ്ഥാനമാണ്? അത് 6ാം സ്ഥാനമാണ്. ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്ര സ്ഥാനമാണ്? അത് 6ാം സ്ഥാനമാണ്. മറ്റ് 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റ് 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്ര സ്ഥാനമാണ്? അത് 6ാം സ്ഥാനമാണ്. ഓക്കെ, ഇനി ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശമാണ് യുറേഷ്യ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശമാണ് യുറേഷ്യ എന്നറിയപ്പെടുന്നത്. യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. ഏതിനാണ്? യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. എന്നാ പറഞ്ഞേ, ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്ര സ്ഥാനമാണ്? 6ാം സ്ഥാനം കേട്ടോ, 6ാം സ്ഥാനമാണ്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യുറേഷ്യ. യുറേഷ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശമാണ് യുറേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു. എത്ര വർഷം മുൻപാണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എത്ര വർഷം മുൻപാണ്? 2000 വർഷം മുൻപ് തന്നെ ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്ക് തന്നെ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ യൂറോപ്പിന്റെ ഏകദേശ വിസ്തീർണം എത്രയാണ്? അത് 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ കേട്ടോ. എത്രയാണ്? ഏകദേശം 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ ഏകദേശ വിസ്തീർണം. ഇത് ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ് കേട്ടോ. എത്രയാണ്? ഇത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ് ഇത് യൂറോപ്പിന്റെ വിസ്തൃതി. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് യൂറോപ്പിന്റെ സ്ഥാനം കേട്ടോ. യൂറോപ്പിന്റെ സ്ഥാനം. അപ്പൊ ഇത് കിട്ടിയോ? യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങള് ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശമാണ് യുറേഷ്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി യൂറോപ്പിന്റെ സ്ഥാനം. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. യൂറോപ്പിന്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ കിഴക്ക് ഭാഗത്ത്. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതറിയോ? യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം കേട്ടോ. ഏതാണ്? യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? മാപ്പ് നോക്കണേ. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ. ഏതാണ്? യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ. വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? അത് ഏഷ്യ. യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. നിർബന്ധമായിട്ട് മാപ്പ് നോക്കണം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ? ആർട്ടിക് സമുദ്രം കേട്ടോ. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാ? യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് മെഡിറ്ററേനിയൻ കടലാണ്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയും കരിങ്കടൽ അല്ലെങ്കിൽ ബ്ലാക്ക് സീ, പിന്നെ കാസ്പിയൻ സീയും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏതിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. ഇത്രയും വെച്ച് നോക്കിയല്ലേ? ഇപ്പൊ ഭൂഖണ്ഡങ്ങളിൽ വലിപ്പത്തിൽ
എത്രാം സ്ഥാനം അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ എന്താ പറയുന്നത്? അത് യൂറേഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഏത് പണ്ഡിതർ കണക്കാക്കിയിരുന്നത്? ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടത്തിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? അത് ഏഷ്യ ഭൂഖണ്ഡമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ? വടക്ക് ഭാഗത്ത്, വടക്ക് എന്ന് പറഞ്ഞാൽ മേൽഭാഗം അല്ലെ, വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രമാണ്. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ. ഇനി കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാ? യുറാൽ പർവ്വതനിരയും ബ്ലാക്ക് സീ അതായത് കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ഇത്രയാണ് യൂറോപ്പിന്റെ സ്ഥാനം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, ഭൂപ്രകൃതി നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.